ഹായ്, ഇന്നൊരു Q&A ആണ്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് 70 വയസ്സുള്ള എൻ്റെ എല്ലാ പല്ലും പോയിരിക്കുകയാണ്, എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കിപ്പോൾ പലതരത്തിലുള്ള പല്ലുകൾ വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഊരി മാറ്റാൻ പറ്റുന്ന പല്ലുകളുണ്ട്. അത് തന്നെ ഇപ്പം നല്ല നമുക്ക് ഇച്ചിരി കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതും ഘനം കുറഞ്ഞതുമായിട്ടുള്ളതൊക്കെ അവൈലബിൾ ആണ്. അന്നേരം അങ്ങനത്തെ പല്ല് വെക്കാനായിട്ട് പറ്റും. അന്നേരം നിങ്ങൾ എവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള അവിടെ ഡോക്ടറിനോട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ നോക്കാൻ പറ്റും. നമ്മുടെ വായുടെയൊക്കെ ആരോഗ്യം എങ്ങനെയുണ്ട്, നമ്മുടെ ആ എല്ലിനൊക്കെ തേയ്മാനം എത്രത്തോളം ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത് ചോദിച്ചിരിക്കുന്ന ഹോസ്പിറ്റൽ എവിടെയാണെന്നാണ്. ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യുന്നില്ല, പുറത്താണ്. നാട്ടിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ തിരുവല്ലയ്ക്ക് അടുത്തുള്ള മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തരുന്നതാണ്. ഡോക്ടർ, എനിക്ക് മുകളിൽ 2 പല്ലില്ല, ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റില്ല, ബോണില്ല, വേറെ റിമൂവൽ അല്ലാത്ത എന്താണ് പറ്റുന്നത്? ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ ഈ ഡെൻ്റൽ ഇംപ്ലാന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലിൻ്റെ കട്ടിയൊക്കെ നോക്കേണ്ടതാണ്. എല്ലിന് ഒത്തിരി തേയ്മാനമൊക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം ഈ ഡെൻ്റൽ ഇംപ്ലാന്റ് അല്ലാതെ ചെയ്യാൻ പറ്റുന്നത് 2 പല്ലില്ലെന്നല്ലേ പറഞ്ഞത്. നമുക്ക് ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇല്ലാത്ത പല്ല് തൊട്ട് അടുത്തുള്ള 2 പല്ലിൻ്റെ സപ്പോർട്ട് എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. അന്നേരം നമ്മുടെ അടുത്തുള്ള പല്ലിൻ്റെ ആരോഗ്യം എങ്ങനെയാണെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതിന് വലിയ പ്രശ്നമൊന്നും ഇല്ല എങ്കിൽ നമുക്ക് അതിൻ്റെ സപ്പോർട്ട് എടുത്തുകൊണ്ട് തന്നെ 2 പല്ല് വെക്കാനായിട്ട് പറ്റും. ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനത്തെ ആ ഒരു ചികിത്സാ രീതി അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഡോക്ടർ, എനിക്ക് മുകളിൽ മാത്രം ഒരു പല്ല് വെക്കണം, റിമൂവബിൾ എത്ര രൂപയാകും? ക്ലിനിക്ക് എവിടെയാണ്? മുകളിൽ മാത്രം ഒരു പല്ലാണോ? ഒരു സെറ്റാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. സെറ്റാണെങ്കിൽ നമുക്ക് പല്ലിൻ്റെയൊക്കെ ഇത് ആരോഗ്യം നോക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് താഴത്തെ പല്ലിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് പല്ല് വെക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഊരി മാറ്റാനുള്ള തരത്തിലുള്ള പല്ലുകളാണെങ്കിൽ വലിയ കുഴപ്പം കാണത്തില്ല. നമുക്ക് സാധാരണ വലിയ പ്രശ്നമില്ലാതെ തന്നെ അത് ചെയ്യാനായിട്ട് പറ്റും. അത് എവിടെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ട് അവിടെ ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കണം. കാണിച്ചിട്ട് മാത്രമേ നമുക്ക് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് ഡോക്ടർ പറഞ്ഞു തരികയും അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. ഡോക്ടർ, എല്ലാ പല്ലും മഞ്ഞയാണ്, മുന്നിലെ 1-2 എണ്ണം മാത്രം മഞ്ഞ നിറം. ഫുൾ മഞ്ഞ ആയിരുന്നെങ്കിൽ ഇത്ര ബോർ ഉണ്ടാകുമായിരുന്നില്ല, എന്താണ് ചെയ്യുക? ഫോട്ടോ എടുത്താലൊക്കെ ബോറാണ്, പ്ലീസ് എന്താണ് വഴി? 2 പല്ല് മാത്രം മഞ്ഞയാണ്, ബാക്കിയൊന്നും മഞ്ഞയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 2 പല്ലിന് മഞ്ഞ നിറം വരാനുള്ള കാരണം എന്താണെന്ന് നോക്കണം. ഇപ്പം ആ പല്ലിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഇപ്പോൾ എന്തോ അത് അത്ര വൈറ്റിലല്ല, അതായത് ഡെഡായിട്ടുള്ള പല്ലാണ് എങ്കിൽ മഞ്ഞ നിറം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതൊരു ഒരു ക്ലിനിക്കിൽ കൊണ്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കണം എന്തുകൊണ്ടാണ് ആ പല്ലിന് മഞ്ഞ നിറം വരുന്നത്. നമുക്കത് പല രീതിയിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. 2 പല്ലല്ലേ മഞ്ഞ, പിന്നെ അത് നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റും. അത് ഡെൻ്റൽ ക്ലിനിക്കിൽ കൊണ്ടുവന്നിട്ട് കാണിക്കണം. നമുക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കണം. ഇപ്പം പല്ല് ഡെഡായിട്ടിരിക്കുകയാണ്, നിങ്ങൾ എവിടെയെങ്കിലും തട്ടി വീണിട്ട് ആ പല്ലിന് ഇതായതാണ് എങ്കിൽ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പല്ലിൻ്റെ ഒരു ക്രൗൺ വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റും. അന്നേരം എന്താണെന്നുള്ളത് നോക്കിയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നോക്കിയിട്ടത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത് ചോദിച്ചിരിക്കുന്നത് ക്ലീൻ ചെയ്യുമ്പോൾ വേദന ഉണ്ടാകുമോ? ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ വലിയ വേദനയൊന്നും ഉണ്ടാകത്തില്ല. അന്നേരം ചിലർക്ക് പുളിപ്പൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇച്ചിരി കൂടെ പുളിപ്പ് തോന്നുന്നതായിട്ട് പറയാറുണ്ട്. അന്നേരം അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടറിനോട് ആദ്യമേ പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അത് ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ അൾട്രാസോണിക് സ്കെയിലിംഗ് ആണല്ലോ ചെയ്യുന്നത്. അന്നേരം അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ഹാൻഡ് സ്കെയിലിംഗ്, അതായത് സാധാ നമ്മൾ കയ്യിൽ വെച്ചിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ടും അങ്ങനത്തെ രീതികളും ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അന്നേരം ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കുക. അങ്ങനെ വലിയ വേദനയൊന്നും വരാറില്ല. മോണ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതും കറക്റ്റ് ചെയ്യേണ്ടതാണ്. താഴത്തെ നിരയിൽ 2 പല്ലാണ് പോയിരിക്കുന്നത്, എത്ര രൂപയാകും? 2 പല്ല് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഊരി മാറ്റാവുന്ന തരത്തിൽ ചെയ്യാനുണ്ട്. ഡെൻ്റൽ ഇംപ്ലാന്റ് ചെയ്യാം, അതുപോലെ ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ചെയ്യാം. ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് ആണ് അതായത് ഊരി മാറ്റുന്ന തരത്തിലുള്ള പല്ലിനാണ് ഏറ്റവും വിലക്കുറവായിട്ടുള്ളത്. അത് 2 പല്ല് വെക്കുന്നതിന് നമുക്കൊരു 1500 രൂപ വെച്ചിട്ടൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് ആകത്തുള്ളൂ.
ആ ഒരു വിലയിലാണ് വരുന്നത്. ഇപ്പം ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വില കൂടും. നമ്മൾ അടുത്തുള്ള പല്ലിൻ്റെ ആരോഗ്യം നോക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ സപ്പോർട്ട് എടുത്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഡെൻ്റൽ ഇംപ്ലാന്റ് ആണ് ഏറ്റവും വില കൂടുതൽ. ഡെൻ്റൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് അത് ഒരു സ്ക്രൂ പോലെ ഒരു സാധനം നമ്മൾ എല്ലിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം അവിടെ വേറൊരു ക്രൗൺ വെക്കുകയായിരിക്കും ചെയ്യുന്നത്. അതിനാണ് ഏറ്റവും വില കൂടുതൽ. അത് നമ്മുടെ സാധാ പല്ല് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് അങ്ങനെയാണ് തോന്നിക്കുന്നത്. അന്നേരം അതുകൊണ്ടാണ് അതിന് വില കൂടുന്നത്. അന്നേരം അതിന് ഒരു ഡെൻ്റൽ ഇംപ്ലാന്റ് ആണെങ്കിൽ 25,000 രൂപ ഒക്കെ ആകാറുണ്ട് ഒരു പല്ലിന്. ഇത്രയും ചോദ്യങ്ങളാണ്. ഞാൻ ബാക്കി ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും. താങ്ക് യു.